ലൈഫ് സക്സസ്, ജീവിത വിജയം. എന്താണ് ജീവിത വിജയം? ഏതൊരാളും ജീവിതത്തിൽ വിജയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് ജീവിത വിജയം എന്നുള്ളതിനെ കുറിച്ച് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണുള്ളത്. ചില ആളുകൾക്ക് ജീവിത വിജയം എന്ന് പറയുമ്പോൾ കുറെ സമ്പാദ്യം ഉണ്ടാക്കുമ്പോഴാണ് അവരെ സംബന്ധിച്ച് ഒരു ജീവിത വിജയം എന്ന് പറയുന്നത്. നമ്മൾക്കൊന്ന് ചിന്തിക്കാം, നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾ നല്ല രീതിയിൽ സമ്പാദ്യങ്ങൾ പല പല കാര്യങ്ങളും നേടിയിട്ടും അവരുടെ ജീവിതത്തിൽ അവർ സന്തോഷവാനായിട്ടാണോ ജീവിക്കുന്നത് എന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. യഥാർത്ഥത്തിൽ എന്താണ് ജീവിത വിജയം എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ച് ആ വ്യക്തിയുടെ അടിസ്ഥാനപരമായിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് നോക്കുക. ശരി, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതം. നിങ്ങൾ എന്തെല്ലാം സമ്പാദിച്ചാലും അൾട്ടിമേറ്റ്ലി ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനാണ്. സന്തോഷവും സമാധാനവും നോക്കുക. ഈ സന്തോഷവും സമാധാനവും എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കും? സന്തോഷം ലഭിക്കാൻ വേണ്ടി ഓരോ വ്യക്തികളും ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ചില ആളുകൾക്ക് പൈസ സമ്പാദിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സന്തോഷം ലഭിക്കുന്നത്. ചില ആളുകൾക്ക് മറിച്ചായിരിക്കാം. കാരണം ആളുകളുടെ ധാരണ നമ്മൾ നല്ല രീതിയിൽ സമ്പാദിക്കുമ്പോൾ, നല്ല രീതിയിൽ പണം സമ്പാദിക്കുമ്പോൾ അതാണ് അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് കരുതുന്നുണ്ട്. സമ്പത്ത് എന്ന് പറയുന്നതിന്റെ ബേസിക്സ് എന്താണെന്ന് പോലും പലർക്കും അറിയാതെയാണ് നമ്മൾ സമ്പത്ത് ഉണ്ടാക്കി കൂട്ടുന്നത്. എന്താണ് സമ്പത്ത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സന്തോഷവും സമാധാനവുമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ജീവിതത്തിന്റെ ലൈഫ് സക്സസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ആളുകൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും? സന്തോഷം ലഭിക്കാൻ വേണ്ടി പലരും പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ജനിച്ച അന്നു മുതൽ നമ്മൾ പഠിക്കുന്നതെല്ലാം പണം സമ്പാദിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആ സമ്പത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ സമ്പത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സന്തോഷം ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മൾ സന്തോഷം ലഭിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു മൂവി കാണുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടാവും, ഒരു ടൂർ പോയാൽ സന്തോഷം ലഭിക്കുന്നുണ്ടാവും, നമ്മളൊരു കാർ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഒരു പുതിയ വീട് വയ്ക്കുന്നു, ഇതെല്ലാം നമ്മൾക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതെല്ലാം നമ്മൾ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അതിനോടുള്ള ഭ്രമം നഷ്ടപ്പെടുകയും ആ എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ട് നമ്മളുടെ ആ സന്തോഷം അവിടെ അവസാനിക്കുകയാണ്. ഒരു ടൂർ പോയാൽ തിരിച്ചു വരുമ്പോൾ ക്ഷീണിതരായി വരുന്ന ആൾക്കാർ ആ സന്തോഷം അതോടുകൂടി തീരുന്നു. നമ്മളൊരു കാർ വാങ്ങിച്ചാൽ തന്നെ ഒരു വർഷത്തോളം അതിനൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം ആ സന്തോഷവും നമ്മൾക്ക് ഇല്ലാതാവും. അതുപോലെ തന്നെയാണ് നമ്മളൊരു പുതിയ വീട് വയ്ക്കുക. ഒരു വീട് വയ്ക്കുക എന്ന് പറയുന്നത് ഏതൊരു കുടുംബത്തെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. പക്ഷെ ഒരു 1-2 വർഷം കഴിയുമ്പോൾ അതിലും നല്ല വീടുകൾ കാണുമ്പോൾ നമ്മൾക്ക് അതിനോടുള്ള ആസക്തി കുറയുകയും ആ സന്തോഷം അവിടെ അവസാനിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ കാരണം എന്താണ്? എന്തെല്ലാം നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ നേടിയാലും അത് നിങ്ങൾക്ക് തരാവുന്ന സന്തോഷത്തിന് ഒരു പരിമിതിയുണ്ട്. അപ്പോൾ സന്തോഷം ലഭിക്കാൻ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ വഴി ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം ജീവിതത്തിൽ സക്സസ് ആവുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി പറയുകയാണ്, നിങ്ങൾ കാരണമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടാൻ സാധിച്ചത്, എൻ്റെ ജീവിത വിജയത്തിന്റെ കാരണം നിങ്ങൾ ആണെന്ന് പറയുമ്പോൾ അതാണ് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അത് നിങ്ങൾ ജീവിതകാലം മുഴുവനും നിങ്ങൾക്കതുണ്ടായിരിക്കും. ശരിയാണോ അല്ലേ എന്നുള്ളത് ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതുപോലെ നിങ്ങൾ കുറെ അധികം ഫാമിലീസിനെ അങ്ങനെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സഹായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ലഭിക്കുന്ന സന്തോഷമാണ് സസ്റ്റൈനിങ് ആയിട്ടുള്ളത്, ജീവിതകാലം മുഴുവനും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത്. സന്തോഷം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുകയും അവരെ ജീവിതത്തിൽ വിജയിക്കാൻ സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥത്തിലുള്ള ഒരു സന്തോഷം എന്ന് പറയാൻ സാധിക്കുക. ഇനി നമ്മൾ നോക്കാം, ഇവിടെ കൊടുത്തിട്ടുണ്ട് മനസ്സമാധാനം. എന്താണ് മനസ്സമാധാനം? എങ്ങനെ ഒരു വ്യക്തിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും? നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, മനസ്സമാധാനം എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്ന വരുമാനവും നമ്മളുടെ ആരോഗ്യവും സ്ഥിരമായി ഉണ്ടായിരിക്കും എന്നുള്ളൊരു തോന്നൽ, ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു സെക്യൂരിറ്റിയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സമാധാനത്തോടെ ജീവിക്കാൻ സഹായിക്കുന്നത്. സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിന് എന്താണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടതെന്ന് മനസ്സിലായി. മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എന്ത് നിങ്ങൾ നേടിയാലും അത് നിങ്ങൾക്ക് സന്തോഷമോ സമാധാനമോ തരുമെന്ന് പറയാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ ചുറ്റുവട്ടം ഒന്ന് നോക്കിയാൽ മതി. വളരെയധികം സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് ഇനി ഞാൻ പലതും നേടി എന്ന് കരുതുന്ന പല വ്യക്തികളുടെ ജീവിതത്തിൽ അവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കില്ല. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് നോക്കാം,
എങ്ങനെയാണ് നമ്മൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുക? ഞാൻ പറഞ്ഞു, നമ്മളുടെ ഹെൽത്തും നമ്മൾക്ക് കിട്ടുന്ന വരുമാനവും സ്ഥിരമായി ഉണ്ടായിരിക്കും എന്നുള്ളൊരു ഉറപ്പാണ് നമ്മൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുക. നോക്കുക, അപ്പൊ ലൈഫ് സക്സസ് എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവുമാണ്. അപ്പൊ നമ്മൾക്ക് ഇനി ചിന്തിക്കേണ്ടത് നമ്മൾക്ക് ഈ കാര്യങ്ങളാണ്. നമ്മളുടെ ആരോഗ്യവും നമ്മളുടെ വരുമാനവും സ്ഥിരമായി ഉണ്ടായിരിക്കും എന്നുള്ള ഒരു അവസ്ഥ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അത് നമ്മൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുക. സമാധാനത്തോടെ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് സന്തോഷം ലഭിക്കും. അതിനപ്പുറം നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് ലഭിച്ച സമാധാനം മറ്റുള്ളവർക്കും കൂടി പങ്കുവയ്ക്കാൻ സാധിച്ചാൽ, മറ്റുള്ളവരെയും അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സഹായിച്ചു കഴിയുമ്പോൾ ലഭിക്കുന്ന സന്തോഷം, അതാണ് യഥാർത്ഥ സന്തോഷം. അപ്പോൾ മനസ്സമാധാനവും സന്തോഷവും എന്ന് പറയുന്നത് ഇത് രണ്ട് കാര്യമാണെന്ന് മനസ്സിലാക്കുക. നമ്മൾക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ ആരോഗ്യം. എന്താണ് ആരോഗ്യം? ആരോഗ്യം എന്ന് പറയുന്നത് പല ആളുകളുടെയും ചിന്താഗതി, അവരവർക്ക് ആരോഗ്യം എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ച് ഞാൻ പലരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ആരോഗ്യം എന്ന് പറയുന്ന അസുഖമില്ലാത്ത ഒരു അവസ്ഥയാണ് ആരോഗ്യം എന്നാണ് പലരുടെയും ചിന്താഗതി. അത് തിരുത്തേണ്ടതായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ അസുഖമില്ല എന്ന് കരുതി ഒരു ആരോഗ്യം ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. അസുഖമില്ലാത്ത അവസ്ഥയല്ല ആരോഗ്യം. എന്നാൽ ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവും സാമ്പത്തികവുമായി നമ്മൾ വളരുമ്പോൾ ഉള്ള ആ സ്ഥിതിയിലാണ് നമ്മൾക്ക് ഒരു വ്യക്തി ആരോഗ്യവാനാണെന്ന് പറയാൻ സാധിക്കുക. എന്താണ് ഒരു ആരോഗ്യം? ഒരു ശാരീരിക ആരോഗ്യത്തിന്റെ അടിസ്ഥാനം എന്നുകൂടി നമ്മൾക്ക് നോക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ബേസിക് ആയിട്ടുള്ള ആരോഗ്യത്തിന്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ ആൻഡ് ഫിനാൻഷ്യൽ വെൽബീയിങ്ങിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആരോഗ്യവാനാണെന്ന് പറയാൻ സാധിക്കുക. ഇനി നമ്മൾക്ക് നോക്കാം ശാരീരികമായിട്ടുള്ള ആരോഗ്യം. ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഏറ്റവും ആദ്യം ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഫിസിക്കൽ ഹെൽത്ത്, ശാരീരികമായിട്ടുള്ള ആരോഗ്യം. എന്തൊക്കെയാണ് ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ശാരീരികമായിട്ട് നമുക്ക് ശാരീരിക ആരോഗ്യം ലഭിക്കാൻ 4 പില്ലേഴ്സിലാണ് നമുക്ക് സാധിക്കുക. അതെന്ന് പറയുന്ന പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പും റിലാക്സേഷനും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, പ്രോപ്പർ ആൻഡ് റെഗുലർ എക്സർസൈസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, അതുപോലെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാനും സാധിച്ചാൽ മാത്രമേ നമുക്ക് ശാരീരികമായിട്ടുള്ള ആരോഗ്യം ബിൽഡ് ചെയ്യാൻ സാധിക്കൂ. സോ ഈ 4 പില്ലേഴ്സിലാണ് നമുക്ക് ശാരീരിക ആരോഗ്യം ബിൽഡ് ചെയ്യാൻ സാധിക്കുക. പ്രോപ്പർ ന്യൂട്രീഷൻ, പ്രോപ്പർ ആൻഡ് റെഗുലർ എക്സസൈസ് ആൻഡ് പ്രോപ്പർ സ്ലീപ്പ് ആൻഡ് റിലാക്സേഷൻ ആൻഡ് പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ഈ 4 പില്ലേഴ്സിലാണ് നമുക്ക് ശാരീരികമായിട്ട് നമുക്ക് ആരോഗ്യം ബിൽഡ് ചെയ്യാൻ സാധിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ആളുകൾ ഈ കാലഘട്ടത്തിൽ എല്ലാവരും കരുതിയിരിക്കുന്ന ഞാൻ നല്ല ആരോഗ്യവാനാണ്. നമ്മൾക്ക് ഈ 4 കാര്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മൾക്കുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫിസിക്കൽ ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഈ 4 പില്ലേഴ്സ് എന്താണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്, എന്തുകൊണ്ട് ഇതെല്ലാം എന്നൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ആദ്യം നോക്കേണ്ട പ്രോപ്പർ ന്യൂട്രീഷൻ. ഇത് വലിയൊരു സബ്ജക്റ്റാണ്, പ്രോപ്പർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് പ്രോപ്പർ ന്യൂട്രീഷൻ പറയാൻ കാരണം, ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് പ്രോപ്പർ ന്യൂട്രീഷൻ. കാരണം ആളുകൾ ചിന്തിച്ചിരിക്കുന്നതും മനസ്സിലാക്കിയിരിക്കുന്നതും വളരെ തെറ്റായിട്ടാണ്. അതിന് കാരണം, ഈ കാലഘട്ടത്തിൽ ആളുകൾ സമർത്ഥമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ആളുകളുടെ ധാരണ അവരുടെ ശരീരത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പ്രധാനമായിട്ടും ഈ കാലഘട്ടത്തിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ്. അപ്പൊ നമ്മൾക്ക് നോക്കാം, ആദ്യമേ നമുക്ക് ന്യൂട്രീഷൻ, നമ്മൾ ഈ ഫുഡിനെ കുറിച്ച് തന്നെ ആദ്യമേ സംസാരിക്കാം. എന്താണ് പ്രോപ്പർ ന്യൂട്രീഷൻ എന്ന് നോക്കാം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ അത് 2 തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. ഞാനത് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമ്മൾ ബോഡി ക്ലീൻ ചെയ്യാനുള്ള ന്യൂട്രീഷൻസ് ആണ്. രണ്ടാമത്തെ ന്യൂട്രിയൻ എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയൻ ആൻഡ് മാക്രോ ന്യൂട്രിയന്റ് ആയിട്ട് 2 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. അതിൽ മാക്രോ ന്യൂട്രിയന്റ് എന്ന് പറയുന്നത് കൂടുതൽ ക്വാണ്ടിറ്റി നമ്മുടെ ശരീരത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള ന്യൂട്രിയൻസിനാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന വളരെ ചെറിയ എമൗണ്ട് ആണ്, പക്ഷെ അത് വളരെ അത്യാവശ്യമുള്ള ന്യൂട്രിയൻസ് ആണ്.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ 3 വിഭാഗങ്ങളിലും ഏതൊക്കെ ടൈപ്പിലുള്ള ന്യൂട്രിയൻസ് ആണെന്നും അത് എന്താണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ കുറിച്ച് നമ്മൾക്ക് ബോധവാന്മാരായാൽ മാത്രമേ നമ്മൾക്കൊരു പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമ്മൾ ആദ്യമേ എടുക്കുന്ന ന്യൂട്രിയൻ എന്ന് ഞാൻ പറയുന്ന നമ്മുടെ ബോഡി ക്ലീൻ ചെയ്യാനുള്ള ന്യൂട്രിയൻസ് ആണ്. ഒന്നാമത്തത് ഓക്സിജനാണ്. ഓക്സിജനും വെള്ളവുമാണ് ശരീരത്തെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള വെള്ളവും ഓക്സിജനും നമ്മുടെ ശരീരത്തിന് സപ്ലൈ ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരത്തെ നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ ഓക്സിജൻ നമ്മുടെ ശരീരത്തിന് സപ്ലൈ ചെയ്യാൻ സാധിക്കുക. ശരിയായ രീതിയിൽ ബ്രീത്ത് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ശരിയായ ക്വാണ്ടിറ്റിയിലുള്ള ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ വെള്ളം എടുത്തു നോക്കാം. ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഏകദേശം 60% ഓഫ് കണ്ടന്റ് വാട്ടറാണ്. ആ വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ റെഗുലറായിട്ട് സപ്ലൈ ചെയ്ത് നമ്മുടെ ശരീരത്തിന് നൽകിയാൽ മാത്രമേ ഒരു അഡൽട്ട് ആയിട്ടുള്ള വ്യക്തി ദിവസവും 2 liters to 3 liters വെള്ളം ഒരു ദിവസം കൊടുത്തിരിക്കണം. അപ്പോൾ വെള്ളത്തിന്റെയും ഓക്സിജന്റെയും ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മുടെ ശരീരം എന്താണ് ക്ലീൻ ചെയ്യുന്നത്? നമ്മുടെ ശരീരം നമ്മൾ ഇത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറി നമുക്ക് മനുഷ്യനിർമ്മിതമായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഈ ഫാക്ടറിയിലേക്ക് പലതരത്തിലുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി കിടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ റോ മെറ്റീരിയലാണ്. ആ റോ മെറ്റീരിയൽ നമ്മുടെ ഉള്ളിൽ ചെന്ന് നമ്മുടെ ശരീരം പ്രോസസ്സ് ചെയ്ത്, നമ്മുടെ ബ്രെയിനും പ്രോസസ്സ് ചെയ്ത്, നമ്മുടെ സ്റ്റൊമക്കും നമ്മുടെ കംപ്ലീറ്റ് ബോഡി പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സംസാരവുമാണ്. അതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ മനസ്സിലാക്കുക, ഏറ്റവും ആദ്യത്തെ ഓക്സിജൻ. എന്തുകൊണ്ട് ഈ ഓക്സിജനും വെള്ളത്തിനും ഇത്രമാത്രം ഇമ്പോർട്ടൻസ് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഫുഡ് കഴിക്കാതെ വേണമെങ്കിൽ മാസങ്ങളോളം ജീവിക്കാൻ സാധിക്കും. ചില ആളുകളൊക്കെ 2-3 വർഷമൊക്കെ ഫുഡില്ലാതെ ജീവിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫുഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് കുറച്ച് നാൾ സ്കിപ്പ് ചെയ്താലും വലിയ പ്രശ്നമില്ല. ഇനി നമ്മൾ നോക്കുക, വെള്ളമില്ലാതെ എത്ര മണിക്കൂർ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും? വേണമെങ്കിൽ ഒരു ദിവസവും വരെയൊക്കെ ചില ആളുകൾ വെള്ളമില്ലാതെ ജീവിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ദിവസമൊന്നും നമ്മൾ വെള്ളം കൂടാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കുക. ഇനി അടുത്ത ഘടകമാണ് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെ എത്ര സമയം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും? 1 മണിക്കൂർ. ചില ആളുകൾ മണിക്കൂറുകളോളം കടലിൽ മുങ്ങിക്കിടക്കുന്ന വ്യക്തികളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എത്ര സമയം ഓക്സിജൻ ശ്വസിക്കാതെ, ഓക്സിജൻ ലഭിക്കാതെ ജീവിക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുക. സോ നമ്മൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇത് രണ്ടും ഫ്രീ ആണ്. ഓക്സിജനും വെള്ളവും ഫ്രീ ആണ്. അത്രയധികം പൈസയൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഫ്രീ ആയിട്ട് പ്രകൃതി നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ ഓക്സിജനും വെള്ളവും ശരിയായ രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. സോ ബ്രീത്തിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, ബ്രീത്തിങ് എക്സർസൈസ്, പ്രാണായാമം ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതുപോലെ നിങ്ങളുടെ ശരീരത്തിന് ഒരു ദിവസം ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം കൊടുക്കണം എന്ന് പറയുന്നതിന്റെ കാര്യവും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലാക്കാനുള്ള വലിയ തിയറിയോ അല്ലെങ്കിൽ വലിയ സയൻസോ ഒന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. സോ മനസ്സിലാക്കുക. ഓക്സിജന്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഡിഫൻസിലോ പോലീസിലോ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന ആദ്യത്തെ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ചെസ്റ്റിന്റെ എക്സ്പാൻഷനാണ്. നിങ്ങൾ ചെസ്റ്റിന്റെ എക്സ്പാൻഷനാണ് അവർ നോക്കുന്നത്. നല്ല രീതിയിൽ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ, അതായത് നമ്മുടെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതേ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നു എന്നുള്ളൊരു ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ തന്നെ വളരെ നല്ലതാണ്, ഷാർപ്പായിരിക്കും എന്നുള്ളതാണ്. സോ സാധാരണ രീതിയിൽ ചെസ്റ്റിന്റെ എക്സ്പാൻഷൻ ആർക്കുള്ളത്? ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന സ്പോർട്സ്മാൻമാർ, നല്ല രീതിയിൽ പണിയെടുക്കുന്ന വ്യക്തികൾ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് നല്ല ചെസ്റ്റിന്റെ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കും. നമ്മളുടെ ചിന്താഗതി നിയന്ത്രിക്കാൻ വരെ ഈ ചെസ്റ്റിന്റെ എക്സ്പാൻഷൻ ആവശ്യമാണെന്നും, ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ട് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ എന്നും ആദ്യം മനസ്സിലാക്കുക. സോ അടുത്ത ന്യൂട്രിയൻസ് എന്താണ്? മാക്രോ ന്യൂട്രിയൻസിൽ 3 ന്യൂട്രിയൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ ന്യൂട്രിയൻ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, രണ്ടാമത്തെന്ന് പറയുന്ന പ്രോട്ടീൻ, മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഫാറ്റ്. ഈ 4 ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കേണ്ടത്. ഇനി നമ്മൾ ഈ 3 ന്യൂട്രിയൻസിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താണ് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിന് ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന എവിടെ നിന്നാണ്? നമ്മൾ കഴിക്കുന്ന അരിയാഹാരം, ഗോതമ്പ്, പൊട്ടറ്റോസ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങളിൽ നിന്നെല്ലാം നമ്മൾക്ക്
ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് ലഭിക്കുന്നുണ്ട്. എന്താണ് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം, ഈ അന്നജം നമ്മുടെ ശരീരത്തിൽ ആമാശയത്തിൽ ചെന്ന് അത് ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്ത് ആ ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടി ഓരോ കോശങ്ങളിൽ ചെന്ന് ഓക്സിജനായിട്ട് കൺവേർട്ട് ചെയ്ത് ഓക്സിജനായിട്ട് ബേൺ ചെയ്ത് നമ്മുടെ ശരീരത്തിന് ഊർജം ലഭിക്കാനാണ് ഈ കാർബോഹൈഡ്രേറ്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണ്, അതായത് ഗ്ലൂക്കോസ്, ഈ ഗ്ലൂക്കോസ് ആണ് ഒരു മനുഷ്യന് എനർജി നൽകുന്നത്. അത് നമ്മുടെ ജോലി ചെയ്യാനുള്ള എനർജി, നമ്മൾ ചിന്തിക്കാനും എനർജി ആവശ്യമുണ്ട്, ഇതിനെല്ലാമുള്ള എനർജി തരുന്ന ഒരു ഘടകമാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രോട്ടീനാണ്. എന്താണ് പ്രോട്ടീൻ? മാംസ്യം എന്ന് പറയും. പ്രോട്ടീൻ എവിടെ നിന്നാണ് നമ്മൾക്ക് ലഭിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന മാംസം, മുട്ട, പാല്, മീൻ, മത്സ്യം, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് പ്രോട്ടീൻ്റെ ക്വാണ്ടിറ്റി, ന്യൂട്രിയൻസ്, നമ്മൾക്ക് പോഷകങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ബിൽഡിംഗ് ബ്ലോക്ക്, നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നതാണ്, ഈ നിർമ്മിക്കാൻ ഉള്ള ഒരു പോഷകമാണ് പ്രോട്ടീൻ എന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് നമ്മുടെ ശരീരം നിർമ്മിക്കുന്നത്? നമ്മുടെ കോശങ്ങൾ നിർമ്മിക്കാൻ അത് നമ്മുടെ ശരീരത്തിൽ ഒരു ബ്ലോക്ക്, നമ്മൾ വീട് പണിയുമ്പോൾ നമ്മൾ ഇഷ്ടിക ഉപയോഗിക്കുന്ന പോലെ ഉള്ള പ്രവർത്തനമാണ് ഈ പ്രോട്ടീൻ്റെ പ്രവർത്തനം എന്നുള്ളത്. പ്രോട്ടീനിലുള്ള അമിനോ ആസിഡാണ് നമ്മുടെ ശരീരത്തെ ബിൽഡ് ചെയ്യുന്നത്. അതായത് ഏകദേശം 10-20 ടൈപ്പ് അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിലുണ്ട്. എന്നിരുന്നാൽ 9 എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് നമ്മൾ കഴിക്കുന്ന ഈ പ്രോട്ടീൻ വഴി നമ്മുടെ ശരീരത്തിന് ലഭിക്കുമ്പോഴാണ് ബാക്കിയുള്ള എല്ലാം നമ്മുടെ ശരീരം തന്നെ സിന്തസൈസ് ചെയ്ത് ബിൽഡ് ചെയ്യുന്നത്. നമ്മുടെ ശരീരകോശങ്ങൾ ബിൽഡ് ചെയ്യും. എന്തൊക്കെയാണ്? നമ്മുടെ ഹെയർ, നമ്മുടെ നെയില്, നമ്മുടെ ബ്ലഡ്, നമ്മുടെ ഫ്ലഷ്, നമ്മുടെ ബോൺ, എൻസൈംസ്, ഹോർമോൺസ്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഈ അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ മാംസ്യം നമ്മുടെ ശരീരത്തിന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ഘടകം എന്താണ്? ഫാറ്റാണ്. ഈ ഫാറ്റിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ സർട്ടൻ ഏജ് ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു അസുഖം വരുമ്പോൾ ഫാറ്റ് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. ഫാറ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. ഫാറ്റ് ടോട്ടലി അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? എന്താണ് ഫാറ്റ് നമ്മുടെ ശരീരത്തിന് ചെയ്യുന്നത്? ഈ ഫാറ്റാണ് നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത്. ഓരോ കോശങ്ങളെയും പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് ഈ ഫാറ്റാണ്. എന്നാൽ ശരിയായ ഫാറ്റ് നമ്മൾ കഴിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തിയാണ് നമുക്ക് വേണ്ടത്. ഫാറ്റ് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. ഫാറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് ഒമേഗ-3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. ഈ ഒമേഗ-3 എന്ന് പറയുന്നത് നമ്മൾക്ക് ലഭിക്കുന്നത് മത്സ്യങ്ങളിൽ നിന്നാണ്. മത്തി, അയില പോലുള്ള മത്സ്യങ്ങളിൽ കൂടുതൽ കണ്ടുവരുന്നതാണ്. വളരെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കാരണവന്മാർ ഈ ഒരു മീൻ ഗുളിക എന്ന് പറയുന്ന ഒരു ക്യാപ്സൂൾ പോലെ ഒരു സാധനം തരുവാണ്. അത്ര നല്ല ടേസ്റ്റ് എന്നുള്ളത് അതാണ് ഒമേഗ-3. ഈ ഒമേഗ-3യുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് LDLനെ HDL ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ ബോഡിയെ സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഫാറ്റിൻ്റെ ആവശ്യം നമുക്ക് മനസ്സിലായി. ഫാറ്റും വളരെ അത്യാവശ്യമാണ്. ഇനി അടുത്ത ഘടകം എന്താണ്? അടുത്തതെന്ന് പറഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻസ് ആണ്. മൈക്രോ ന്യൂട്രിയൻസ് എന്താണ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത്? നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് വേണ്ടതെന്ന് എങ്കിൽ കൂടി ആ വൈറ്റമിൻസും മിനറൽസും കറക്റ്റായ അളവിൽ നമ്മുടെ ശരീരത്തിൽ ലഭിച്ചാൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും സാധിക്കുള്ളൂ. നമ്മൾക്ക് എവിടെ നിന്നാണ് വൈറ്റമിൻസും മിനറൽസും ലഭിക്കേണ്ടത്? നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലുമാണ് ഈ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ നോക്കുക. ഈ ഫോട്ടോയിൽ കാണുന്ന എത്ര കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. വളരെ നല്ല കാര്യം. പ്രകൃതി നമ്മൾക്ക് പല കളറിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ സ്കിന്നിലുള്ള പല കളറ് തന്നെ പലതരത്തിലുള്ള ഫൈറ്റോ ന്യൂട്രിയൻസ് ഉള്ളതാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? ഈ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് ബോയിൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ വൈറ്റമിൻസും മിനറൽസും കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടതായ ക്വാണ്ടിറ്റി വൈറ്റമിൻസും മിനറൽസും നമുക്ക് ലഭിക്കുന്നില്ല. വൈറ്റമിൻസ് എന്ന് പറയുന്നത് വാട്ടർ സോലിബിളും ഫാറ്റ് സോലിബിളും ഉണ്ട്. ഇപ്പോൾ പല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ സ്കിന്ന് കളയുമ്പോൾ തന്നെ അല്ലെങ്കിൽ കട്ട് ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ന്യൂട്രിയൻസ് അവിടെ നഷ്ടപ്പെടും, വൈറ്റമിൻസ് നഷ്ടപ്പെടുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന വൈറ്റമിൻസ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ കൃഷി ചെയ്തുണ്ടാക്കി
അത് പറിച്ച് ഇവിടെ എത്തുമ്പോൾ ഒരു ദിവസം കഴിയും. അതിനുശേഷം നമ്മളത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എവിടെന്നെങ്കിലും മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് 1-2 ദിവസമൊക്കെ കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ അതിനകത്തുള്ള വൈറ്റമിൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സോ നമ്മൾ വെറുതെ ചവറാണ് കഴിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ് ലഭിക്കുന്നില്ല. ഇനി മിനറൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മിനറൽസ് എല്ലാം നമ്മൾ ലഭിക്കുന്നത് ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള മരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫലവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികളിൽ നിന്നാണ് അത് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ ഭൂമിയുടെ ന്യൂട്രിയൻസ് എല്ലാം നഷ്ടപ്പെട്ട് മലിനമാക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള മരങ്ങളിൽ നിന്നുള്ള ഫലങ്ങൾ നമുക്ക് വളരെ ചുരുക്കമായിട്ട് ലഭിക്കുന്നുള്ളൂ. ഏതൊക്കെ തരത്തിലുള്ള ന്യൂട്രിയൻസ് ആണ് ശരീരത്തിന് ആവശ്യമുള്ളതെന്നും അത് എന്താണ് നമ്മുടെ ശരീരത്തിന് ചെയ്യുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. സോ നമ്മൾക്ക് നോക്കാം ഇത് ഏതൊക്കെ രീതിയിലാണ്. ഇതിനകത്ത് നമുക്ക് ആദ്യമേ നോക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് ആണ്. വെള്ളത്തിന്റെയും ഓക്സിജന്റെയും ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി. ഇനി കാർബോഹൈഡ്രേറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന അന്നജം നമ്മൾക്ക് എനർജിക്കുള്ളതാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. നമ്മൾ പണ്ട് കാലത്ത് പറമ്പിൽ പണിയും കായികമായിട്ട് അധ്വാനിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കൺസ്യൂം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിന് ആനുപാതികമായിട്ടുള്ള കായികമായിട്ട് നമ്മൾ അധ്വാനിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ, ഈ കാർബോഹൈഡ്രേറ്റ് അതാത് ദിവസം കഴിക്കുന്ന ബേൺ ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നത് ഈ അന്നജം അല്ലെങ്കിൽ ഈ ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്ത് ഫാറ്റായിട്ട് നമ്മളുടെ ശരീരത്തിൽ അടിയുന്നു. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിച്ചാലുള്ള പ്രശ്നം മനസ്സിലാക്കിയോ? കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ആവശ്യത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ, കായികമായിട്ട് നമ്മൾ അധ്വാനിക്കുന്ന നമ്മുടെ പ്രവൃത്തി അനുസരിച്ചല്ല നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ അടിയുകയും അത് ഓവർവെയ്റ്റ്, ഒബിസിറ്റി പോലുള്ള പ്രശ്നങ്ങളിലേക്ക് വരികയും അതിനോടനുബന്ധിച്ച പല അസുഖങ്ങളിലേക്കും നമ്മൾ എത്തിക്കുന്നു. എന്താണ് പ്രോട്ടീൻ ചെയ്യുന്നതെന്ന് നോക്കാം. പ്രോട്ടീൻ ചെയ്യുന്നത് നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യുന്ന ഒരു പോഷകമാണെന്ന് പറഞ്ഞു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രമാത്രം പ്രോട്ടീൻ ഉണ്ട് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. നമ്മൾ ഒരു കുട്ടി അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നു. ഒരു സെല്ല് 2 ആയി, 2, 4 ആയി, 4, 8 ആയി, 8, 16 ആയി, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഒരു മനുഷ്യൻ എല്ലാ ജീവികളും വലുതാകുന്നു. അങ്ങനെ ഗ്രോ ചെയ്ത് നമ്മൾ മനുഷ്യരൊക്കെ ഏകദേശം 18-20 വയസ്സ് വരെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ കോശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ വലുതായിക്കൊണ്ടിരിക്കും. അതിനുശേഷം 20-24 വയസ്സോടുകൂടി നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ നിന്നു. പിന്നെ സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ കോശങ്ങൾ ദിവസവും ഓരോ മില്ലി സെക്കൻഡിലും കോശങ്ങൾ നശിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മുടെ കോശങ്ങൾ, നശിച്ച കോശങ്ങളെ റീപ്ലേസ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അതിനാണ് ഈ പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രായപൂർത്തിയായ ആളുകൾ, കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് പ്രോട്ടീൻ അവർക്ക് വളരാൻ ആവശ്യമാണ്. എന്നാൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കോശങ്ങൾ നശിക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീര കോശങ്ങളെ, അതായത് പറയുന്നത് നമ്മുടെ സ്കിന്നൊക്കെ ഏകദേശം 3 months കംപ്ലീറ്റ് പുതിയതായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ബോണിലെ കോശങ്ങൾ ഓരോന്നും നശിച്ചതിന് ശേഷം അതൊരു 3 months കൊണ്ട് കംപ്ലീറ്റ് ബോൺ പുതിയതായിരിക്കുമെന്നാണ് സയൻസ് പറയുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ടത് ഹോർമോൺസ്, എൻസൈംസ്, ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന പ്രോട്ടീനിന്റെ ആവശ്യകത വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യത്തിനനുസരിച്ചുള്ള പ്രോട്ടീൻ ലഭിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഡീജനറേഷൻ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറയാനുള്ള എൻ്റെ കാരണം. ഈ കാലഘട്ടത്തിലെ അസുഖത്തിന്റെ പേര് അതാണ്, ഡീജനറേഷൻ സംഭവിക്കുന്നു. നമ്മുടെ നശിക്കുന്ന കോശങ്ങളെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഡീജനറേഷൻ എന്ന് പറയുന്നത്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രോട്ടീൻ എന്ന് പറയുന്ന പോഷകം നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല എന്നുകൂടി മനസ്സിലാക്കുക. അപ്പൊ അതാത് ദിവസം ലഭിക്കേണ്ടതായ പ്രോട്ടീൻ അതാത് ദിവസം തന്നെ ലഭിക്കണം. ഒരു അഡൽട്ട് അദ്ദേഹത്തിന്റെ ബോഡി വെയ്റ്റിന് ആനുപാതികമായിട്ട് 1 kg 1 gram എന്ന അനുപാതത്തിൽ ഒരു വ്യക്തി, ഒരു മനുഷ്യജീവന് പ്രോട്ടീൻ എല്ലാ ദിവസവും സപ്ലൈ ചെയ്യേണ്ടതാണെന്ന് മനസ്സിലാക്കുക. ഒരു 50 kg വെയിറ്റ് ഉള്ള ഒരു അഡൽട്ട് ആണെങ്കിൽ, ഒരു വ്യക്തിയാണെങ്കിൽ, അദ്ദേഹത്തിന് ഒരു ദിവസം 50 gram പ്രോട്ടീൻ ശരീരത്തിന് ലഭിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ റിപ്പയറിംഗ് വർക്ക് നടക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ഘടകം എന്ന് പറയുന്നത് ഫാറ്റാണ്. ഫാറ്റിന്റെ കാര്യം പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. omega-3 പോലുള്ള ഫാറ്റി ആസിഡ്സ്, അതായത് നമ്മൾ അധികവും കഴിക്കുന്നത് സാച്ചുറേറ്റഡ് പൂരിത കൊഴുപ്പുകളാണ്.
പല കൊഴുപ്പുകളും നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നില്ല. അപൂരിത കൊഴുപ്പ് നമ്മൾക്ക് വേണം. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ കോക്കനട്ട് ഓയിൽ, അതുപോലെ ഒലിവ് ഓയിൽ, ഇതെല്ലാം നല്ലതാണ്. അത് പച്ചയ്ക്ക് ഉപയോഗിക്കുക. വെളിച്ചെണ്ണയൊക്കെ അത് പച്ചയ്ക്ക് ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ ഗുണം നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ഒലിവ് ഓയിൽ അതാണ്. അറബികളുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണും, ഒലിവ് ഓയിൽ അവർ സാലഡിന്റെ മുകളിലും അവർ കഴിക്കുന്ന പച്ചക്കറിയിലും പച്ചയ്ക്ക് പൊഴിച്ചതിന് ശേഷമാണ് അവർ ഭക്ഷിക്കുന്നത്. അതിനെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ഫാറ്റിനെ കുറിച്ച് മനസ്സിലാക്കുക. ഫാറ്റ് എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യേണ്ടതല്ല. കറക്റ്റായ ഫാറ്റ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ അത്യാവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ഘടകം എന്ന് പറയുന്നത് വൈറ്റമിൻസും മിനറൽസും. വൈറ്റമിൻസും മിനറൽസും ആണ് നമ്മുടെ ബോഡിയുടെ കംപ്ലീറ്റ് മെറ്റാബോളിക് ഫങ്ഷനെ നിയന്ത്രിക്കുന്നത്. നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നത് വൈറ്റമിൻസും മിനറൽസും ആണ്. അപ്പോൾ വൈറ്റമിൻസും മിനറൽസും കറക്റ്റായ അളവിൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അത് നമ്മൾ റോ ആയിട്ട് കഴിക്കുമ്പോഴാണ് ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് യഥാർത്ഥത്തിൽ അതിലുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അസുഖങ്ങളെ കുറിച്ചാണ്. എന്താണ് അസുഖം, എന്തുകൊണ്ട് ഈ അസുഖങ്ങൾ വരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ആരോഗ്യം പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ പണ്ട് കാലത്തുള്ള അസുഖങ്ങൾ നോക്കുക. പണ്ടുണ്ടായിക്കൊണ്ടിരുന്ന അസുഖങ്ങൾ ഏതൊക്കെ ടൈപ്പാണ് നോക്കുക. ഡിപ്തീരിയ, മലേറിയ, ട്യൂബർക്കുലോസിസ്, വൂപ്പിംഗ് കഫ്, സ്മോൾ പോക്സ്, അതുപോലുള്ള അസുഖങ്ങളായിരുന്നു ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ട് ഈ അസുഖങ്ങൾ വന്നു എന്ന് നമ്മൾ മൈക്രോസ്കോപ്പ് കണ്ടതിന് ശേഷം മനസ്സിലാക്കാൻ സാധിച്ചു. പലതരത്തിലുള്ള ബാക്ടീരിയ, ഫംഗസ്, ഇതുവഴിയാണ് ആളുകൾക്ക് ഈ അസുഖം വന്നതെന്നും അത് വന്നു കഴിഞ്ഞാൽ ഒരു ഏരിയയിലുള്ള ആളുകൾക്ക് പലർക്കും ഇത് ബാധിച്ച് ആളുകൾ മരിച്ചിരുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിന് പ്രതിവിധിയായിട്ട് വാക്സിൻ കണ്ടെത്തുകയും ഈ അസുഖങ്ങളെല്ലാം ലോകത്ത് നിന്ന് തന്നെ നമ്മൾ തുടച്ചു നീക്കി. ഇപ്പോൾ പുതിയ പലതരത്തിലുള്ള വൈറസുകൾ വരുന്നുണ്ട്, പക്ഷെ അത് വേറെ കാര്യം. അപ്പൊ ആ വന്നിരുന്ന ഇതിന്റെ കാരണങ്ങൾ ഇതാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. നമ്മൾ നോക്കുക, ഇപ്പോഴുള്ള അസുഖങ്ങൾ എന്താണ്? ഹാർട്ട് അറ്റാക്ക്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അൾഷിമേഴ്സ്, ക്യാൻസർ, ആസ്മ, സ്ട്രോക്ക്, ആർത്രൈറ്റിസ് ആൻഡ് ഒബിസിറ്റി പോലുള്ള അസുഖങ്ങളാണ് ഇപ്പോൾ ആളുകൾക്ക് വരുന്നത്. ഈ അസുഖങ്ങളും എങ്ങനെ നമ്മൾക്ക് ഉണ്ടാകുന്നു എന്ന് നമ്മളിപ്പോൾ കണ്ടെത്തി. നമ്മൾ ആദ്യത്തെ പഴയ കാലത്തെ അസുഖങ്ങൾ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ മൈക്രോസ്കോപ്പ് ഡിജിറ്റൽ മൈക്രോസ്കോപ്പായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരകോശത്തിന്റെ അങ്ങേയറ്റം വരെ സെല്ലുലാർ ലെവലിൽ എന്തു സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അതിന് പ്രതിവിധി കണ്ടെത്തിയത്. അവിടെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മുടെ ജീവിതശൈലി അല്ലെങ്കിൽ ഡീജനറേഷൻ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ഇനി അതിന് പ്രതിവിധി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. അതൊരു ഓരോ വ്യക്തികളുമാണ് അതിന് പ്രതിവിധി തേടേണ്ടത്. എന്താണ് അതിനുള്ള പ്രതിവിധി? നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തുക. നമ്മളുടെ കഴിക്കുന്ന ഫുഡ് ഏത് തരത്തിലുള്ളതാണ്, നമ്മുടെ ആ ഫുഡ് എന്തിനാണ് നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഈ ഫുഡ് കഴിക്കുന്നത് എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. അതനുസരിച്ചുള്ള ജീവിത ശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തണം. ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ചതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ ലഭിക്കുന്നു എന്നുള്ള ചിന്താഗതി തന്നെ ആദ്യം മാറ്റുക. നമ്മുടെ കറക്റ്റായിട്ടുള്ള പോഷകങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഡീജനറേഷൻ കറക്റ്റായിട്ട് റിപ്പയർ ചെയ്യപ്പെടുന്നു, ജനറേറ്റ് ചെയ്യപ്പെടുന്നു എന്നും കൂടി നമ്മൾ ഉറപ്പാക്കിയാൽ മാത്രമേ നമ്മൾക്ക് ഇനി ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിലെ അസുഖങ്ങളെ ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറയുന്നു? എന്തുകൊണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നു? എന്താണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ? നമ്മൾക്ക് എന്ത് കിട്ടിയാലും കഴിക്കും, എന്ത് ഭക്ഷണം കിട്ടിയാലും അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണോ, അത് ഗുണം ചെയ്യുന്നോ എന്ന് നോക്കാതെ ടേസ്റ്റ് മാത്രം നോക്കി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് കാലത്ത് കായികമായിട്ട് അധ്വാനിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ കഴിക്കുന്ന അത്രയും ക്വാണ്ടിറ്റി നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നു. ആ കഴിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അത് ഉപയോഗപ്പെടുത്താതിരിക്കുകയും ആ കഴിക്കുന്ന ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്ത് ഫാറ്റായി നമ്മുടെ ശരീരത്തിൽ അടിയുകയും അത് ഒബിസിറ്റിയിലും ഓവർ വെയ്റ്റിലേക്കൊക്കെ പോവുകയും അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ വരികയും ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യുന്ന കായികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആനുപാതികമായിട്ടോ എന്ന് ആദ്യം ചിന്തിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ കഴിയും. ഇനി കാർബോഹൈഡ്രേറ്റ്
അല്ലെങ്കിൽ അന്നജം എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾക്ക് ഊർജം ലഭിക്കാൻ വേണ്ടി ഈ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നമ്മൾ കഴിക്കുന്ന അരിയാഹാരം, ഗോതമ്പ്, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു. നമ്മൾ കഴിക്കുന്ന അത് ശരീരത്തിൽ പോയിട്ട് ഷുഗറായി കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരം ഊർജത്തിനായി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ കഴിക്കുന്ന ഷുഗർ, നമ്മൾ കഴിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതിലൊക്കെ ഒത്തിരി ഷുഗർ കണ്ടൻസ് ഉണ്ട്. അപ്പൊ അതിൻ്റെ കൂടി കണക്കെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് എത്രമാത്രമാണെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. നമ്മൾ കഴിക്കുന്ന പല പലഹാരങ്ങളും അതിലധികവും ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റും ഷുഗറും ആണെന്ന് മനസ്സിലാക്കും. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ കഴിക്കുന്ന ചിപ്സ് പോലെയുള്ള, അതായത് പ്രിസർവ് ചെയ്യുന്ന ഏത് ഫുഡ് എടുത്തു കഴിഞ്ഞാലും അതെല്ലാം പ്രോസസ്സ് ചെയ്ത ഫുഡാണ്. അത് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് ആണ് അത് പ്രിസർവ് ചെയ്യാൻ സാധിക്കുന്നത്. നല്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ കാറിൽ ചോയൊക്കെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നല്ല വെളിച്ചെണ്ണ ചെയ്ത് കഴിയുമ്പോൾ കാറാതെ തന്നെ നമ്മൾക്ക് അത് പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇപ്പൊ ശാസ്ത്രം വളർന്നു. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആ വറുത്ത് പൊരിച്ച ഈ പ്രിസർവ് ചെയ്ത ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസിൽ എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റും ഫാറ്റുമാണ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. ഈ ഫാറ്റും നമ്മുടെ എനർജിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല, ഫാറ്റും നല്ല അളവിൽ. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഇതില് ഫാറ്റ് ഉണ്ടെങ്കിൽ ആ ഫാറ്റ് ബേൺ ചെയ്യുന്നതും നമ്മുടെ ശരീരം കായികമായിട്ട് അധ്വാനിച്ചുകൊണ്ടാണ്. കായികമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ നമ്മുടെ കഴിക്കുന്ന ഫുഡിലുള്ള കൊളസ്ട്രോളോ ഫാറ്റോ ഒക്കെ ബേൺ ചെയ്യാനും നമ്മുടെ കായികമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എത്രമാത്രം കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഫാറ്റ് അടങ്ങിയിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുകയും അതനുസരിച്ച് നമ്മുടെ ക്വാണ്ടിറ്റി കുറച്ചാൽ മാത്രമേ നമ്മൾക്ക് ആ ലൈഫ് സ്റ്റൈൽ വ്യത്യാസപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടന്റ് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. കഴിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സും അല്ലെങ്കിൽ കഴിക്കുന്ന ബേക്കറി ആഹാരം, ഇപ്പോൾ നമ്മളിപ്പോൾ കഴിക്കുന്ന ബേക്കറി ഐറ്റംസ്, ബേക്കറി പലഹാരങ്ങൾ എന്തൊക്കെയാണ്? മൈദയും ഫാറ്റും ആണ്, ഷുഗറുമാണ്. ഈ രണ്ടും നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന കാര്യമല്ല. നമ്മൾക്ക് അതുകൂടാതെ അത് നമുക്ക് എനർജി ആവശ്യമുണ്ടെങ്കിൽ, പണ്ടൊക്കെ ആളുകൾ പാടത്ത് പണിയാൻ പോകുന്ന വ്യക്തികൾ നല്ല രീതിയിൽ കഞ്ഞി അല്ലെങ്കിൽ ചോറ് നല്ല രീതിയിൽ കഴിച്ച് അല്ലെങ്കിൽ കിഴങ്ങുവർഗ്ഗങ്ങൾ കഴിച്ചാണ് അവർ പാടത്ത് പണിയെടുക്കാൻ പോയിരുന്നത്. കാരണം അവർക്ക് അത്രമാത്രം എനർജിയുടെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പ്രിസർവ്ഡ് ആയിട്ടുള്ള ബേക്കറി ഫുഡ് കഴിക്കുമ്പോൾ അതിനകത്തും കാർബോഹൈഡ്രേറ്റും ഷുഗറും ഫാറ്റും ആണ് ഏറ്റവും. അതിന്റെ പലതരത്തിലുള്ള കോമ്പിനേഷൻസ് ആണ് നമുക്ക് ലഭിക്കുന്ന ബേക്കറി ഫുഡുകളെല്ലാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എത്രമാത്രം കഴിക്കുന്ന ചോറിന്റെ അളവോ കിഴങ്ങുവർഗ്ഗങ്ങളുടെ അളവോ മാത്രമല്ല, ബാക്കി എക്സ്റ്റേണലി പല സ്ഥലത്തു നിന്നും കഴിക്കുന്ന ഫുഡിൽ എത്രമാത്രം നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നുണ്ട്, അതെല്ലാം നമ്മുടെ എനർജി ആയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. വൺസ് നമ്മൾ ഓവർ വെയ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഓവർ വെയ്റ്റ് ആകുന്ന ഫാറ്റ് എന്ന് പറയുന്ന നമ്മുടെ കോശങ്ങളും അതിനും വിശക്കും. അപ്പോൾ ഫാറ്റ് വൺസ് അടിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ബേൺ ചെയ്യില്ല. കാരണം അതാത് സമയം കറക്റ്റ് സമയത്ത് നമുക്ക് വിശപ്പ് അനുഭവപ്പെടുകയും നമ്മൾ പിന്നെയും ഭക്ഷണം കഴിക്കും. നമ്മുടെ ശരീര കോശങ്ങൾ എത്രമാത്രം കോശങ്ങളുണ്ടോ അതനുസരിച്ച് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെയിറ്റ് കൂടിയ വ്യക്തികൾ കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു കേർവിങ്സ് ഉണ്ടാകുന്നത്. അവർക്കത് കഴിക്കാൻ തോന്നും. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മളുടെ കടമ തന്നെയാണ്. അതല്ലാതെ വേറെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇനി വരുന്നത് എന്ന് പറഞ്ഞാൽ ഡീജനറേഷനാണ്. ഈ ഡീജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്ന ഘടകം നമ്മൾ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഡെഫിഷ്യൻ്റ് ആണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഡെഫിഷ്യൻസ്? ഭൂരിഭാഗം ആളുകളും വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കേണ്ടതായ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നില്ല. വൈറ്റമിൻസും മിനറൽസും ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ആരും സ്വയം കൃഷി ചെയ്യുന്നില്ല. എല്ലാം മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ് നമ്മൾ കഴിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും ലഭിക്കുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്, ആദ്യമേ വെള്ളവും ഓക്സിജനും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിന് സപ്ലൈ ചെയ്തിരിക്കും. നമ്മുടെ ശരീരം ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല. ഈ പറയുന്ന നമ്മളൊരു ആയുർവേദ ചികിത്സയ്ക്ക് പോകുമ്പോൾ എന്താണ് അവിടെ ചെയ്യുന്നത്? ആയുർവേദ ഹോസ്പിറ്റലിൽ ഏറ്റവും ആദ്യമേ അവർ മെഡിസിൻ തരില്ല. അവർ ആദ്യമേ ചെയ്യുന്നത് നമ്മുടെ ബോഡി ക്ലീൻ ചെയ്യാനുള്ള പ്രോസസ്സാണ് അവർ ചെയ്യുന്നത്.
അതിന്റെ കാരണം എന്ന് പറയുന്നത് ആദ്യമേ ബോഡി ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു 40% അസുഖങ്ങളും ഒഴിവാകുന്നുണ്ടാവും. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് വെള്ളവും ഓക്സിജനും നമ്മുടെ ശരീരത്തിന് പ്രോപ്പറായിട്ട് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം വേണ്ടത്. അടുത്തത് എന്താണ്? അടുത്തത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഈ കാർബോഹൈഡ്രേറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ കഴിച്ചാൽ അത് നമ്മളുടെ ഒബിസിറ്റി ഓവർ വെയിറ്റിലേക്ക് പോകും. നമ്മൾ അധ്വാനിക്കുന്നതിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ അത് നമ്മുടെ ഓവർ വെയിറ്റ്, ഒബിസിറ്റി ആൻഡ് അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് പോകുന്നു. ഇനി പ്രോട്ടീൻ എന്ന് പറയുന്നത് അത് ഫാറ്റും അതുപോലെ തന്നെയാണ്. ഫാറ്റും കാർബോഹൈഡ്രേറ്റാണ് നമ്മൾക്ക് ഓവർ വെയിറ്റ് ആകാൻ ഉള്ള ഘടകങ്ങൾ. അത് നല്ല ഫാറ്റ് കഴിക്കുക എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അപ്പൊ അതിൽ കൺട്രോൾ ചെയ്യുക. കാർബോഹൈഡ്രേറ്റിലും ഫാറ്റിലും നല്ല ഫാറ്റ് കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക, കാർബോഹൈഡ്രേറ്റ് കുറച്ച് കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഇനി അടുത്തതാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ നിങ്ങൾ ആവശ്യം അനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിന് നൽകിയിട്ടില്ലെങ്കിൽ ഡീജനറേഷൻ സംഭവിക്കുകയും നമ്മൾ ഡീജനറേറ്റീവ് ഡിസീസിലേക്ക് പോവുകയും ചെയ്യും. അടുത്ത ഘടകം എന്ന് പറയുന്നത് വൈറ്റമിൻസും മിനറൽസും ആണ്. ഈ വൈറ്റമിൻസും മിനറൽസും ആണ് നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. സോ നല്ല രീതിയിൽ തന്നെ നമ്മൾ വൈറ്റമിൻസ് മിനറൽസ് നമ്മുടെ ശരീരത്തിൽ കൊടുത്താൽ മാത്രമേ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് ആ പറയുന്ന എല്ലാ നമ്മുടെ ശരീരത്തിന്റെ മെറ്റാബോളിക് ഫംഗ്ഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വൈറ്റമിൻസും മിനറൽസും കൺസ്യൂം ചെയ്തിരിക്കണം. ഈ വൈറ്റമിൻസും മിനറൽസിന്റെ ഡെഫിഷ്യൻസിയാണ് ഈ കാലഘട്ടത്തിൽ പല ആളുകൾക്കും ഇപ്പോഴുള്ള ഈ പകർച്ചവ്യാധികൾ വരാൻ കാരണം. ഈ വൈറസ് അറ്റാക്ക്, ഇപ്പൊ നമ്മൾ പലതരത്തിലുള്ള വൈറസ് അറ്റാക്ക് കുറച്ച് കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ആ അറ്റാക്ക് വന്നിട്ടില്ല. അതിന്റെ കാരണം എന്നാ? ചില ആളുകൾക്ക് ആ ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, ഇമ്മ്യൂണിറ്റി ഇല്ലാത്തവരെ അത് ബാധിക്കും. സോ അത് മനസ്സിലാക്കുക. ഇതെല്ലാം കൺട്രോൾ ചെയ്യേണ്ട നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മളുടെ കയ്യിലാണ്. നമ്മൾ കൺട്രോൾ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത പില്ലർ എന്ന് പറയുന്നത് പ്രോപ്പർ ആൻഡ് റെഗുലർ എക്സർസൈസ് ആണ്. പ്രോപ്പർ ആൻഡ് റെഗുലർ എക്സർസൈസ്. എന്തുകൊണ്ട് ഇത് പ്രോപ്പർ ആൻഡ് റെഗുലർ എക്സർസൈസ് എന്ന് പറയുന്നു? ഈ ഫിസിക്കൽ എക്സർസൈസ് എന്ന് പറയുന്നത് ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് പ്രോപ്പറായ രീതിയിൽ തന്നെ ചെയ്യുകയും വേണം. ഒരു വ്യക്തിയുടെയും പ്രായം, അദ്ദേഹത്തിന്റെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള എക്സർസൈസ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് റെഗുലർ ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഒരു വ്യക്തി എല്ലാ ദിവസവും കുളിക്കുന്നത് പോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ എക്സർസൈസ് എന്ന് മനസ്സിലാക്കുക. ഈ ഫിസിക്കൽ എക്സർസൈസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഒരു മനുഷ്യന്റെ ബോഡി ബിൽഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആക്റ്റീവായിരിക്കാനാണ്. മൂവ് ചെയ്യുന്ന ഒരു ബോഡിയാണ് നമ്മുടെ പ്രകൃതി നമ്മൾക്ക് തന്നിരിക്കുന്നത്. അത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ടെക്നോളജി വലുതായി കഴിഞ്ഞപ്പോൾ കായികമായിട്ടുള്ള അധ്വാനം ഒരു 80% എങ്കിൽ കുറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തു. ആ ഓട്ടോമേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ആ ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കായിക അധ്വാനം വളരെ കുറഞ്ഞു. അപ്പൊ അത് സപ്ലിമെന്റ് ചെയ്യണം. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ വീക്കായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവരെ ട്യൂഷന് വിടും എന്ന് പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യേണ്ട ഒരു വസ്തുവാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി അതിനാണ് നമ്മുടെ പ്രകൃതി നമ്മുടെ ബിൽഡ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഫിസിക്കൽ ആക്ടിവിറ്റി റെഗുലറായിട്ട് നമ്മുടെ ശരീരത്തിന് കൊടുത്തിരിക്കണം. അതിന് കാരണങ്ങൾ പലതുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ഓരോ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതിന്. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ചിന്താഗതിയെ തന്നെ വ്യത്യാസപ്പെടുത്തും. നമ്മൾക്കൊരു പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാൻ, നല്ല രീതിയിൽ ഓക്സിജൻ നമ്മുടെ ബ്രെയിനിലേക്ക് സപ്ലൈ ചെയ്യാൻ, നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിനെ പുറന്തള്ളാൻ, ഇതെല്ലാം ഈ എക്സർസൈസ് വഴി നമുക്ക് സാധിക്കും. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് നമ്മുടെ ലങ്സ് എക്സ്പാൻഡ് ചെയ്ത് ഓക്സിജൻ ശരിയായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് പുള്ളി ചെയ്യുന്നത്. അതങ്ങനെ സപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന പല ടോക്സിൻസും നമ്മുടെ ഗേഷ്യസ് ആയിട്ടുള്ള പല ടോക്സിനും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ സഹായിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ അത്യാവശ്യമാണ്. അത് മാത്രമല്ല, ഓക്സിജൻ സപ്ലൈയിൽ മാത്രമല്ല എന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ അത്യാവശ്യമാണ്. ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്തു. ഈ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന പോഷകങ്ങൾ നമ്മുടെ ശരീരകോശങ്ങളിൽ എത്തുകയുള്ളൂ. ചില ശരീരകോശങ്ങളൊക്കെ ഐഡിയലായിട്ടിരിക്കുന്നുണ്ട്, അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ എത്താതിരിക്കുകയും ഡീജനറേഷൻ സംഭവിക്കുകയും ജനറേറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല എന്നുള്ളത് കൊണ്ടാണ്.
ഇപ്പോൾ ബ്ലഡ് സർക്കുലേഷന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി നടക്കാൻ പോകുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. അത് നമ്മുടെ ഹാർട്ടും ലങ്സും, ഒരു ഹാർട്ട് എന്ന് പറയുന്ന ഒരു പ്രഷർ പമ്പും ലങ്സ് എന്ന് പറയുന്ന ഒരു സക്ഷൻ പമ്പുമായിട്ട് വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യുക, ബ്ലഡും ഓക്സിജനും സപ്ലൈ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കോ, നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം. ഈ ലിംഫാറ്റിക് സിസ്റ്റം നമ്മുടെ ജോയിൻസുകളിലാണ് അതിൻ്റെ പ്ലാൻസ് ഇരിക്കുന്നത്. ആ ജോയിൻസ് എല്ലാം ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് പമ്പ് ചെയ്യാൻ സഹായിക്കുന്നത്. ഈ ലിംഫാറ്റിക് ഫ്ലൂയിഡ് നമ്മുടെ ഓരോ കോശങ്ങളിലും എത്തിയതിന് ശേഷം അവിടെ നിന്നുള്ള വേസ്റ്റും കളക്ട് ചെയ്ത് പുറന്തള്ളാൻ ഇത് സഹായിക്കും. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സർസൈസ് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ ബ്രീത്തിങ് എക്സർസൈസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒരു പരിധി വരെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതേസമയം നമ്മളുടെ ലിംഫാറ്റിക് സിസ്റ്റം ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി തന്നെ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അത് റെഗുലറായിട്ട് ചെയ്താൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ മാത്രമാണ് ആളുകൾ എക്സർസൈസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങൾ ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ആരോഗ്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾ ഇപ്പോഴോ തന്നെ നിങ്ങൾ എക്സർസൈസ്, ഫിസിക്കൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരം അതിനു വേണ്ടിയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ഫിസിക്കൽ എക്സർസൈസ് നമ്മുടെ പോഷകങ്ങളെ പോലെ തന്നെ അതിലും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലാക്കുക. പല പോഷകങ്ങളും നമ്മൾ സ്കിപ്പ് ചെയ്താൽ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ പല ആളുകളും, പല രോഗികളൊക്കെ ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്നു എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ മൈൻഡ് സെറ്റാണ് അതിനെ സഹായിക്കുന്നത്. സോ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, അത് പ്രോപ്പറാണെന്ന് ഉറപ്പുവരുത്തുക, ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അടുത്ത പില്ലർ എന്ന് പറയുന്നതാണ് പ്രോപ്പർ സ്ലീപ്പ് ആൻഡ് റിലാക്സേഷൻ. എത്ര ആളുകൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നു? നമ്മുടെ ഈ കാലഘട്ടത്തിലെ ജീവിതം അത്രമാത്രം ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെടുകയും നമ്മൾക്കൊന്ന് ജീവിക്കാം, നമുക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിലാണ് പല ആളുകളും. ആ ഓട്ടത്തിനിടയിൽ നമ്മൾ ഒന്നും മനസ്സമാധാനത്തോടെ ഇരിക്കാൻ, ഒന്ന് റിലാക്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുകൂടി മനസ്സിലാക്കാം. സാധിക്കും. നമ്മൾക്ക് എല്ലാവർക്കും പ്രശ്നമുണ്ട്. പ്രശ്നമില്ലാത്ത ആരുമില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നത്തിൽ കൂടിയാണ് എല്ലാവരും ജീവിക്കുന്നത്. അതല്ല, നമ്മളുടെ മൈൻഡ് സെറ്റാണ് നമ്മൾക്ക് റിലാക്സ് ചെയ്യാനും ഒന്ന് പ്രോപ്പറായിട്ട് ഉറങ്ങാനും സഹായിക്കുന്നത്. അത് പ്രാക്ടീസ് ചെയ്ത് നേടിയെടുക്കാവുന്ന കാര്യമാണ്. അത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. അതുവഴി പ്രാക്ടീസ് ചെയ്ത് എങ്ങനെ റിലാക്സ് ചെയ്യാം, എങ്ങനെ ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാം. നമ്മുടെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് എല്ലാ ഹാബിറ്റ്സാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഹാബിറ്റ്. നമ്മൾ കഴിക്കുന്ന ഫുഡാണെങ്കിലും അതൊരു ഹാബിറ്റാണ്. നമ്മളുടെ ബിഹേവിയറും ഒരു ഹാബിറ്റാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന റിലാക്സ് ചെയ്യുന്നതും. നമ്മൾ ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പ്രാക്ടീസ് ചെയ്യുന്നു. അതെല്ലാം പ്രാക്ടീസിൽ കൂടി നമ്മൾക്ക് അതൊരു ഹാബിറ്റാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സോ പ്രോപ്പറായിട്ട് ഉറങ്ങാനും അതുപോലെ പ്രോപ്പറായിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ. റിലാക്സ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ജോലി ചെയ്യുന്നതിനിടയ്ക്കും ഒന്ന് റിലാക്സ് ചെയ്യാൻ സാധിക്കണം. ആളുകൾ അത്രമാത്രം ടെൻഷൻ എടുത്തവർക്കില്ല, ഒരു 2-3 സെക്കൻഡ് റിലാക്സ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓരോ ജോലിയുടെ ഇടയിലും ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുക്കുന്നതിന് ഒരു പ്രശ്നമുള്ള കാര്യമല്ല അത്. പക്ഷെ അത് പ്രാക്ടീസിൽ കൂടി മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അടുത്ത ഘടകം എന്ന് പറയുന്നത് പോസിറ്റീവ് മൈൻഡ് സെറ്റാണ്. പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരാളുകളുടെ മൈൻഡ് സെറ്റ്, ഈ കാലഘട്ടത്തിൽ പല അസുഖങ്ങൾക്കും കാരണം എന്ന് പറയുന്ന അത് അവരുടെ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? നമ്മുടെ മാനസികാവസ്ഥയാണ്. ഒരു നല്ല മനസ്സിന് മാത്രമേ നല്ല ശരീരമുണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നല്ലൊരു ശരീരത്തിൽ മാത്രമേ നല്ല മനസ്സുണ്ടായിരിക്കുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ബ്രെയിനിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ സാധിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്താഗതിയിൽ തന്നെ വ്യത്യാസം വരും. നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിൽ തന്നെ വ്യത്യാസം വരും. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ അനുസരിച്ച് ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മൾ എടുക്കുന്ന ഡിസിഷൻ കറക്റ്റായാൽ നമ്മുടെ പല ടെൻഷനും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. സോ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്. എന്തുകൊണ്ട് പോസിറ്റീവ് മൈൻഡ് സെറ്റ്? എങ്ങനെയാണ് നമ്മളൊരു നെഗറ്റീവായി മാറിയത്? നെഗറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് പ്രകൃതി നിയമമാണ്. അതിനകത്ത് നമ്മൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല.
പ്രകൃതിയിൽ അധികവും ഒരു മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് ഒരു കുരങ്ങനെ പോലെയാണ്. ചാടിച്ചാടി നടക്കും. എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് പലതരത്തിലുള്ള ചിന്തകൾ, അതും അധികവും ഒരു 80% നെഗറ്റീവ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. പ്രകൃതി അങ്ങനെയാണ്. നമ്മൾ ഇപ്പൊ നോക്കുക, നമ്മളുടെ പറമ്പോ പാടമോ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കളകൾ വളരുള്ളൂ. അവിടെ കളകൾ മാത്രമേ വളരുകയുള്ളൂ. എന്തുകൊണ്ട് അവിടെ വയലിൽ നെല്ലുണ്ടാകുന്നില്ല? പ്രകൃതിക്ക് അത് ചെയ്തുകൂടെ? പ്രകൃതി അങ്ങനെയാണ്. അവിടെ നമ്മൾ എഫേർട്ട് ഇട്ട് അവിടെ കൃഷി ഇറക്കി അതിനെ പരിപാലിച്ചാൽ മാത്രമേ അവിടെ എന്തെങ്കിലും ഫലം ഉണ്ടാവുകയുള്ളൂ, നെല്ല് വിളയുകയുള്ളൂ, ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെയാണ് മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത്. ആ മനുഷ്യ മനസ്സിൽ നമ്മൾ എഫേർട്ട് ഇട്ട് ആ എഫേർട്ടിൽ കൂടി മാത്രമേ നമ്മൾക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ആവും പറഞ്ഞാൽ നമ്മുടെ സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്, പ്രകൃതി അങ്ങനെയാണ് നമുക്ക് പറയാം. കാരണം ആളുകളെല്ലാം അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴും നെഗറ്റീവിലേക്കാണ്. നമ്മുടെ മാധ്യമങ്ങളാണെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയ ആണെങ്കിലും നമ്മുടെ ന്യൂസ് പേപ്പർ ആണെങ്കിലും ഇവയെല്ലാം നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ് ആദ്യമേ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ TV സീരിയൽസിനെ കുറിച്ച് ഒത്തിരി ഡിബേറ്റൊക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വാർത്തകളും ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നു എന്ന് വെച്ചാൽ അത് അവരുടെ ബിസിനസ്സാണ്. നമ്മുടെ മനുഷ്യ മനസ്സിനെ എങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നു? ഒരു മനുഷ്യന്റെ മനസ്സിനെയാണ് എല്ലാ ബിസിനസ്സും ചൂഷണം ചെയ്യുന്നത്. അത് നമ്മളാണ് കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മൾ തന്നെ കൺട്രോൾ ചെയ്ത് അതിലേക്ക് പോകാതിരിക്കാൻ. ഒരു മനുഷ്യന്റെ വീക്ക്നെസ് ആണ് ഒരു ബിസിനസ്സായിട്ട് മാറുന്നത്. ഒരു മനുഷ്യന്റെ പ്രശ്നങ്ങളാണ് ഒരു ബിസിനസ്സായിട്ട് മാറുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളുടെ ഒരു മനുഷ്യ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ തരത്തിലുള്ള ന്യൂസുകൾ വരുന്നു, ആ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ സാധനങ്ങൾ വരുന്നു. കാരണം അവർക്ക് കസ്റ്റമേഴ്സിനെ ലഭിക്കാൻ അതാണ് ഏറ്റവും നല്ല ഒരു മാധ്യമം എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിനുള്ള അതിനുള്ള കറക്റ്റീവ് സ്റ്റെപ്പ് നമ്മൾ എടുത്താൽ മാത്രമേ നമുക്കത് പ്രയോജനം ചെയ്യുള്ളൂ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ എന്താണ് വേണ്ടത്? പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ബുക്സ് അവൈലബിൾ ആണ്. പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. നെഗറ്റീവായിട്ട് നമ്മൾ ആദ്യമേ എന്താണ് പോസിറ്റീവ് എന്താണ് നെഗറ്റീവ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളുടെ അടുത്ത സുഹൃത്തിനെ പോലും നമ്മൾ ചിലപ്പോൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള അത് സുഹൃത്തുക്കൾ മാത്രമല്ല, നമ്മളെ ബന്ധുക്കളായിരിക്കാം, നമ്മളുടെ അടുത്ത വ്യക്തികൾ ആരാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യമേ അത് എങ്ങനെ പോസിറ്റീവിലേക്ക് വരണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ അങ്ങനെ കുറച്ച് ആളുകൾ തന്നെ അവോയ്ഡ് ചെയ്യേണ്ടി വരും, മാധ്യമങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അങ്ങനെ നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക. ആ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ പല തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണെങ്കിൽ നമ്മളുടെ വിചാരങ്ങൾ കറക്റ്റാവും. വിചാരങ്ങൾ കറക്റ്റായി കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ കറക്റ്റാവും. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ കറക്റ്റായി ഇരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ, അത് നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും അതുകൊണ്ട് വളരെയധികം നല്ല കാര്യങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് മുതൽ ഒരു സൈക്കിളായിട്ട് അത് നമ്മൾക്ക് പ്രയോജനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 4 പില്ലേഴ്സാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരു ഫിസിക്കൽ ഹെൽത്തിന് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കുക. അത് നമ്മൾ ആ കറക്റ്റീവ് സ്റ്റെപ്പ് എടുത്താൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ചെയ്യുകയുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കാം. ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം ഫിസിക്കൽ ഹെൽത്ത്, ശാരീരിക ആരോഗ്യത്തിനുള്ള 4 പില്ലേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ശരിക്കും ഒരു നല്ല ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി ഇനിയുമുണ്ട് പല ഘടകങ്ങൾ. പല കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് കൂടിയാൽ മാത്രമേ നമ്മൾക്കൊരു ഹെൽത്തി ആയിട്ടും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഘടകം ഫിസിക്കൽ ഹെൽത്ത് ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തേതെന്ന് പറയുന്നത് മൈൻഡ് ഹെൽത്ത് ആണ്, നമ്മുടെ മാനസികാവസ്ഥ. അത് ഞാൻ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒത്തിരി രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും അത് പല കാര്യങ്ങളും മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമുക്ക് എത്താനും സാധിക്കും. ഫിസിക്കൽ, മെന്റൽ. അടുത്തെന്ന് പറയുന്നത് സോഷ്യൽ ഹെൽത്ത് ആണ്. എന്താണ് സോഷ്യൽ ഹെൽത്ത്? സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻസ്. ആ സോഷ്യൽ ഹെൽത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ സ്പൗസുമായിട്ടുള്ള റിലേഷൻ, നമ്മുടെ മക്കളുമായിട്ടുള്ള റിലേഷൻ, പേരൻസ്, റിലേറ്റീവ്സ്, നമ്മുടെ നെയ്ബേഴ്സ് ആൻഡ് ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻ, അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻ. ഇതാണ് ഒരു സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് സോഷ്യൽ ഹെൽത്ത് ബെറ്റർ ആക്കാൻ സാധിക്കും? സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ചാണ് ഈ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. ആദ്യമേ നമ്മളുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ടെമ്പറാമെന്റ്സും ട്രേറ്റ്സും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻ ബെറ്റർ ആക്കാൻ സാധിക്കും. ഈ ഭൂമിയിൽ
പ്രകൃതി മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്ന പലതരത്തിലാണ്. പലതരത്തിലുള്ള ടെമ്പറാമെന്റ്സും ട്രെയ്റ്റ്സുമാണ് ഓരോ വ്യക്തികൾക്കും ഉള്ളത്. ചില ആളുകൾക്ക് ബിൽഡ് ചെയ്യാനുള്ള കഴിവാണ്, ചില ആളുകൾക്ക് കഥ എഴുതാനുള്ള കഴിവാണ്, ചില ആളുകളെ മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനുള്ള കഴിവാണ്, ചില ആളുകൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവാണ്. അങ്ങനെ പലതരത്തിലുള്ള കഴിവുകൾ നൽകിയാണ് ഓരോരുത്തരെയും ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. അപ്പൊ ആ കഴിവുകൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ പരിപോഷിപ്പിക്കുക. നമ്മുടെ കഴിവുകേടുകളെ നമ്മൾ ഇഗ്നോർ ചെയ്യുക. അങ്ങനെ നമ്മുടെ കഴിവുകൾ എന്താണെന്നും നമ്മുടെ പാഷൻ എന്താണെന്നും നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്നും മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആവും. അതിൽ വന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷനിലോ കോളേജ് എഡ്യൂക്കേഷനിലോ നമ്മൾ പഠിപ്പിക്കുന്നില്ല. അതിന്റെ കാരണം നമ്മളെ ഒരു സബ്ജക്റ്റ് എഡ്യൂക്കേഷൻ അത് ഇൻഡസ്ട്രിയൽ ഏജ് വന്നപ്പോൾ അന്ന് ജോലിക്കാരെ വളരെയധികം ആവശ്യമുണ്ടായിരുന്നു. ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാം, എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാം, ആ ലൈഫ് എഡ്യൂക്കേഷനാണ് ഇനി വേണ്ടത്. അല്ലാതെ പഴയ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കുക, നല്ലൊരു ജോലി വാങ്ങിക്കുക, ആ ജോലി വാങ്ങിച്ച് നല്ല രീതിയിൽ കാശുണ്ടാക്കുക, നമ്മളുടെ ഒത്തിരി പൊസഷൻസ് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കുറേ കാര്യങ്ങൾ നേടുക. ഇതെല്ലാം നേടിക്കഴിയുമ്പോൾ ഈ പറയുന്ന വ്യക്തികൾക്ക് ഇതൊന്നും അനുഭവിക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ തന്നെ മാറണം. അത് വ്യത്യാസപ്പെടുത്താൻ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാത്തതിൻ്റെ കാരണം എന്താണെന്നും അതിന് എന്താണ് ചെയ്യേണ്ടതെന്നും നമ്മൾ തന്നെ മനസ്സിലാക്കി അത് പഠിച്ച് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഒരു സക്സസ്ഫുൾ ആകാൻ സാധിക്കുക. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ടെമ്പറാമെന്റ്സ്, എൻ്റെ സ്വഭാവം, എൻ്റെ കഴിവുകേടുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ കഴിവുകേടുകളെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയും നമുക്ക് കിട്ടിയിരിക്കുന്ന നന്മകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ പരിപോഷിച്ച് അത് ഈ സമൂഹത്തിന് നന്മ ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് നമ്മൾക്ക് മറ്റുള്ളവരായിട്ടുള്ള റിലേഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കുക. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് ആളുകളെ സബ്ജക്റ്റ് എഡ്യൂക്കേഷൻ പലരുടെയും അവരവരുടെ പാഷൻ, അവരുടെ ജീവിതത്തിൽ ഒരു പാഷനുള്ള ആ പാഷൻ അനുസരിച്ചുള്ള ഒരു ജോലി ആയിരിക്കില്ല പലരും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ജോലി സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് കിട്ടാത്തതിൻ്റെ കാരണം അദ്ദേഹം ഇഷ്ടപ്പെട്ടല്ല ജോലി ചെയ്യുന്നത് എന്നാണ്. അതുപോലെ ആ വ്യക്തിയെ പോലെ തന്നെയാണ് നമ്മളും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനായിരിക്കില്ല. അത് നമ്മൾ എന്താണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കി അത് വ്യത്യാസപ്പെടുത്തുകയാണ് വേണ്ടത്. ആ വ്യത്യാസപ്പെടുത്തി കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻ നമുക്ക് മെച്ചപ്പെടുത്താം. ഞാനീ പറഞ്ഞ 4 തരത്തിലുള്ള ടെമ്പറാമെന്റ്സും അതിൻ്റെ കോമ്പിനേഷൻസിലുമാണ് ആളുകളെ ഈ പ്രകൃതി നമ്മളെ ഒരുക്കിയിരിക്കുന്നത്. ആ ഒരുക്കിയിരിക്കുന്ന നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ മറ്റുള്ളവരും എന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് അവരുമായിട്ടുള്ള റിലേഷൻ ബെറ്ററാക്കാൻ സാധിക്കും. അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. കുടുംബത്തിൽ നിന്ന് തുടങ്ങി കഴിയുമ്പോൾ അത് നമുക്ക് സമൂഹത്തിലും നമ്മുടെ നെയ്ബേഴ്സിനും റിലേറ്റീവ്സുമായിട്ടും നമുക്ക് ആ ഒരു കോൺഫിഡൻസ്, നമ്മൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ പാഷൻ എന്താണെന്നൊക്കെ തിരിച്ചറിയുമ്പോൾ നമ്മൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരായിട്ട് സംസാരിക്കുന്നത് അത്ര ലോജിക്കായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ലോജിക്കായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരും നമ്മളോട് ആ രീതിയിൽ പെരുമാറാൻ സാധിക്കും. ലോജിക്ക് ഇൻ ദ സെൻസ് നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ തന്നെ മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുന്ന രീതി തന്നെ മാറും. അവരോടുള്ള പെരുമാറ്റം തന്നെ മാറുകയും അവർ അതുപോലെ തന്നെ റെസിപ്രോക്കേറ്റ് ചെയ്യാനും തുടങ്ങും. അപ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിലാവും പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ തന്നെയായിരുന്നു എന്ന് നമ്മൾക്ക് എന്ന് തിരിച്ചറിയുന്നു അന്നാണ് നമ്മൾക്ക് അതിൽ മാറ്റം വരുത്താൻ സാധിക്കുക. അപ്പോൾ നമ്മൾ സോഷ്യൽ വെൽത്ത്, ഹെൽത്ത് എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് എന്ന് പറയുന്നത് സ്പിരിച്വൽ ഹെൽത്താണ്. സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത് വലിയ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് ആദ്യമേ മനസ്സിലാക്കണം. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന പലതും, അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വ്യക്തികളും ഈ ലോകത്തിൽ ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീക്ക്നെസ് ഒരു ബിസിനസ്സായിട്ടാണ് മാറുന്നത്. അതിലൊന്നും തെറ്റൊന്നുമില്ല. അപ്പം നമ്മൾ പറയുകയാണ്, ആളുകളുടെ പ്രശ്നമാണ് ഇത് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിച്ചത്. ആ ആളുകളുടെ വീക്ക്നെസ്സാണ് അതിന് പ്രതിവിധിയായിട്ട് പല പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ ബിസിനസ്സും ഓരോ സർവീസസും അതുപോലെയാണ്.
അതുപോലെ തന്നെയാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടിയ നന്മകളെ നമ്മൾ ആദ്യമേ തിരിച്ചറിയുക, അതിന് നന്ദിയുള്ളവരായിരിക്കുക. നമ്മളൊന്ന് കണക്കെടുത്താൽ മതി. നമ്മളുടെ ലയബിലിറ്റീസും നമ്മളുടെ അസറ്റ്സും ലയബിലിറ്റീസും ഒന്ന് കണക്കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പുറമേക്ക് നോക്കിക്കഴിയുമ്പോഴതിനേക്കാളും കൂടുതൽ അസറ്റ്സ് നമുക്കുള്ളതായിട്ട് കാണും. പല നന്മകളും നമുക്ക് പ്രകൃതി തന്നിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിനെല്ലാം നന്ദിയുള്ളവരായിരിക്കുക. അടുത്തത് എന്ന് പറയുന്നത്, പ്രകൃതിയിൽ പലതും സംഭവിക്കും, നമ്മളിലേക്ക് പലതും വരുന്നുണ്ടാവും. അത് നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ മോശമായിട്ടായിരിക്കും. പക്ഷെ നമ്മൾ മോശമായിട്ടാണെങ്കിലും പ്രകൃതിയിൽ സംഭവിക്കുന്നതെല്ലാം നമ്മൾ സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അതിനും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. കാരണം ഇതിനെല്ലാം കാരണങ്ങളുണ്ട്. പ്രകൃതിയിൽ സംഭവിച്ച പല പ്രശ്നങ്ങളുമാണ് നമ്മളെ വളരാൻ സഹായിച്ചത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പ്രകൃതി നമുക്ക് തരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവാണ്. നമ്മുടെ പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ പ്രകൃതിയെക്കാളും കഴിവോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മൾ പറയുന്ന ആ ഒരു പവർ, സൂപ്പർ നാച്ചുറൽ പവർ എന്ന് പറയുന്നത് നമ്മളെ നിർമ്മിച്ചിരിക്കുന്ന ആ പവർ നമുക്കുള്ളിൽ തന്നുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ആ ഇൻഫിനിറ്റ് ഇൻ്റലിജൻസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും നമ്മൾക്ക് കിട്ടിയതിനെ എല്ലാത്തിനും നന്ദിയോടെ ഓർക്കുകയും താങ്ക്സ് പറയുകയും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുകയും ചെയ്യുക. അതുപോലെ വരുന്നതിനെല്ലാം അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കുക. അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യത്തിലും നമ്മൾക്ക് കൺട്രോളില്ല. പ്രകൃതി ദുരന്തമുണ്ടായി, ഒരു പകർച്ചവ്യാധി ഉണ്ടാക്കി, വെള്ളപ്പൊക്കം ഉണ്ടായി, ഇതിനെക്കുറിച്ചൊന്നും വറി ചെയ്തിട്ട് ഒരു പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. വന്നു അക്സെപ്റ്റ് ചെയ്യുക. അതിന് പ്രതിവിധി കാണാൻ പ്രകൃതി മനുഷ്യരെ മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ. എന്ത് പ്രകൃതി ദുരന്തമുള്ള മറ്റു മൃഗങ്ങളൊന്നും അതിനൊരു പ്രതിവിധി മറ്റു മൃഗങ്ങളൊന്നും ഒരു പ്രതിവിധി കണ്ടെത്തുന്നില്ല. നമ്മൾ മനുഷ്യരാണ്. വെള്ളപ്പൊക്കം ഉണ്ടായി, അടുത്ത പ്രാവശ്യം ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ആ സൂപ്പർ നാച്ചുറൽ പവർ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് നമ്മുടെ ഉള്ളിലാണെന്നും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതെല്ലാം നമ്മുടെ വീക്ക്നെസ്സിനെ ചൂഷണം ചെയ്യുക. അതെല്ലാം ആവശ്യമാണ്. ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം നിന്ന് നമ്മൾക്ക് പോയി പറയാനൊരു സ്ഥലം നല്ലതാണ്. പക്ഷെ ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക ആ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ സ്പിരിച്വാലിറ്റിയെ ആ രീതിയിൽ എടുക്കുക. ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യം ആണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളാണ് ഈ പറയുന്ന പവർ എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ സ്പിരിച്വൽ വെൽനസ്സും നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ വെൽനസ് ആണ്. എന്താണ് ഫിനാൻഷ്യൽ വെൽനസ്? ഫിനാൻഷ്യൽ വെൽനസ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യമേ മനസ്സിലാക്കേണ്ടത് വരുമാനത്തെക്കുറിച്ചാണ് ആൾക്കാർ പറയുന്നത്. നമ്മളെ ജനിച്ച അന്ന് മുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എന്തായിരുന്നു എഡ്യൂക്കേഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യരെ മുതലൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ കാട്ടിൽ ജനിച്ചവരായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മരുഭൂമിയിൽ ജനിച്ച വ്യക്തികളായിരുന്നില്ല. അവരെല്ലാം എന്താണ് ചെയ്യുന്നത്? അന്ന് എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു, സ്കൂളില്ലായിരുന്നു. പേരൻസ് തന്നെ അവരെ കുട്ടികളെ എന്ത് പഠിപ്പിക്കുന്നു? ആൺകുട്ടികളെ വേട്ടയാടാൻ അല്ലെങ്കിൽ ഇര തേടാൻ വേണ്ടി പഠിപ്പിച്ചിരുന്നു. അപ്പോൾ കാട്ടിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പുരുഷന്മാര് ഇര തേടാൻ വേണ്ടി കാട്ടിലേക്ക് പോകുന്നു. വന്യമൃഗങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നു. അതുപോലെ എങ്ങനെ വേട്ടയാടാം എന്ന് പഠിപ്പിച്ചിരുന്നു. ഏത് മൃഗത്തിനെയാണ് നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്നതെന്നുള്ള എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നു. ഏതൊക്കെ ഫലങ്ങൾ നമുക്ക് കഴിക്കാം, ഏതൊക്കെ വിഷമാണെന്നുള്ള എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നു. അപ്പോൾ നമ്മളൊരു സർവൈവലിന് വേണ്ടിയുള്ള എഡ്യൂക്കേഷനാണ് അന്ന് കൊടുത്തിരുന്നത്. അതിനുശേഷം നമ്മൾക്ക് ഈ സർവൈവൽ പ്രശ്നമായി വന്യമൃഗങ്ങൾ മനുഷ്യരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് മനസ്സിലായി ഇന്ന ഫലങ്ങളാണ് നല്ലതെന്ന് മനസ്സിലാക്കി, ഇന്ന മൃഗങ്ങളാണ് നമ്മൾക്ക് ഗുണം ചെയ്യുന്നത് മനസ്സിലാക്കി നമ്മൾ ഡൊമസ്റ്റിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കുറേ സ്ഥലം എടുത്ത് അവിടെ നമുക്ക് ആവശ്യമുള്ള പലവൃക്ഷങ്ങൾ നട്ടു വളർത്താനും അതുപോലെ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള മൃഗങ്ങളെ, നമുക്ക് പ്രയോജനപ്പെടുന്ന മൃഗങ്ങൾ വളർത്താൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ കൃഷി തുടങ്ങിയത്. ആ കൃഷി തുടങ്ങി കുറേ കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ ജനസംഖ്യ വലുതായി കഴിഞ്ഞപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ റെവല്യൂഷൻ വന്നു. അതിനു മുമ്പ് തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു. ആളുകൾക്ക് ജോലി കിട്ടാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ ചിന്താഗതികളും വളർന്ന് നമ്മൾക്ക് ജോലി കിട്ടുന്ന രീതിയിലേക്ക് പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിച്ചു. അതുവഴിയാണ് നമ്മൾ വളർന്നു ഇപ്പോൾ ഈ നിലയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ജോലികളൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. ഈ ജോലികൾ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞാൽ ജോലിക്ക് പരിമിതികൾ വന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടുപിടുത്തങ്ങളാണ്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് വെക്കുക. അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് നമുക്ക് പറയാൻ പറ്റും. കാരണം അത് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് പലർക്കും ഇപ്പോൾ ജോലി കിട്ടിയത്. നമ്മളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. പണ്ടത്തെ രീതിയിൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാവരും കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാൽ?
എല്ലാവർക്കും കൃഷി ചെയ്യാനുള്ള ഭൂമി ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ പലർക്കും ജോലിയുള്ളത്. പക്ഷെ ജോലിയുടെ കാലഘട്ടവും കഴിഞ്ഞു. എങ്ങനെയാണ് ഒരാൾക്ക് വരുമാനം ലഭിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിന് നമ്മൾ നന്മ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ ആവശ്യമുള്ളവർക്ക് അത് കൊടുത്തിട്ടാണ് ഒരാൾക്ക് വരുമാനം ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ ലോകത്തിലെല്ലാവരും ബിസിനസ്സാണ് ചെയ്യുന്നത്. ഇപ്പോൾ പലരും ഞാൻ ജോലിയാണ് ചെയ്യുന്നത് പറയും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു അധ്യാപകനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്. ആ സ്റ്റുഡൻസിന് ആവശ്യമുള്ള എഡ്യൂക്കേഷൻ, ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും ആൾ പഠിച്ച കാര്യങ്ങളും അദ്ദേഹത്തിന്റെ സമയവും സ്കൂളിൽ കൊടുത്തിട്ട് ആ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന എഡ്യൂക്കേഷൻ കൊടുത്തിട്ടാണ് അദ്ദേഹം വരുമാനം ഉണ്ടാക്കുന്നത്. എന്തോ ട്രേഡ് ചെയ്യുന്നു. ആ ട്രേഡ് ചെയ്യുന്നത് അത് അല്ല ഏതൊരു ജോലിക്കാരും, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണെങ്കിലും സമൂഹത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടാണ് വരുമാനം ഉണ്ടാക്കുന്നത്. ഒരു കൃഷിക്കാരനും അത് തന്നെയാണ്. കൃഷിക്കാരൻ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിന് വീട്ടിലേക്ക് ആവശ്യമുള്ളത് മാത്രമല്ല ഉൽപ്പാദിപ്പിക്കുന്നത്. കൃഷിക്കാരൻ മറ്റുള്ളവർക്കുള്ള ഫുഡും കൂടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഫുഡില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ അവരുടെ ഇമ്പോർട്ടൻസ് നമ്മൾക്ക് മനസ്സിലാവും. സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ഒരു വ്യക്തി ചെയ്യുന്നത്. അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ട് അതിന് കിട്ടുന്ന റിമ്യൂണറേഷൻ, അദ്ദേഹത്തിന് കിട്ടുന്ന ആ വരുമാനം, അതാണ് അദ്ദേഹത്തിന്റെ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻകം സ്ഥിരമായിട്ടുണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന സർവീസ് സമൂഹത്തിന് നന്മ ഉള്ള, സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ നൽകി, അങ്ങനെയാണ് ആളുകൾ വരുമാനം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതാണ് നമ്മളുടെ ഇൻകം സോഴ്സ്. അപ്പൊ അത് ഇൻകം സോഴ്സ് കൂട്ടണം എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാകണം. കൂടുതൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് കൂടുതൽ ഇൻകം ലഭിക്കും. നമ്മൾ പുറമേക്ക് നോക്കുമ്പോൾ കാണുന്നതല്ല, ആരൊക്കെ നല്ലത് ചെയ്യുന്നുണ്ടോ അവർക്ക് ഇൻകം കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അത് വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിക്കുന്നവർക്ക്, അത് മനസ്സിലാക്കുന്നവർക്ക് അതിൽ ആ രീതിയിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ് ഇതിനകത്ത് ഘടകങ്ങളായിട്ടുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോഴാണ് നമ്മൾക്ക് ഇതെല്ലാം ഒരു സക്സസ്സിലേക്ക് എത്താൻ സാധിക്കുക. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ തന്ന ലിസ്റ്റിൽ ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, സ്പിരിച്വൽ ആൻഡ് ഫിനാൻഷ്യൽ വെൽബീങ് ആണ്. പക്ഷേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഈ ഫിനാൻഷ്യൽ വെൽബീങ്ങിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും. ആ ഫിനാൻഷ്യൽ വെൽബീങ് മാത്രം നമ്മൾ എടുത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാത്തതും നമുക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റാത്തതും. സോ മനസ്സിലാക്കുക, ഒത്തിരി കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ്, ഘടകങ്ങളാണ്. ഇതെല്ലാം പ്രാക്ടീസിൽ കൂടി നേടിയെടുക്കേണ്ടതാണ്. നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മൾക്ക് അതിനുള്ള അവസരം തരില്ല. പക്ഷേ അവസരങ്ങളുണ്ട്. ഇത് പ്രാക്ടീസ് ചെയ്യാനും നിങ്ങൾക്ക് അതനുസരിച്ചുള്ള കാര്യങ്ങൾ നേടിയെടുക്കാവുന്ന എല്ലാം ഇപ്പൊ സമൂഹത്തിലുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെ നല്ലതായ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ മോശമായിട്ടുള്ള കാര്യം. 80% മോശമാണെങ്കിൽ 20% സെർച്ച് ചെയ്യുന്നവർക്ക് കിട്ടും. ആരൊക്കെ സ്വയം മനസ്സിൽ എനിക്ക് ജീവിതത്തിൽ സക്സസ് ആവണം, എനിക്ക് നല്ല വരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കണം, മറ്റുള്ളവരുമായിട്ട് നല്ല ജീവിതത്തിൽ ജീവിക്കണം, നമ്മുടെ ഹെൽത്തി ആയിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഈ പറയുന്ന എല്ലാ കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സും ഒന്നിച്ചു വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ആവുകയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സാധിക്കാം. സോ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതിനുള്ള പല സൗകര്യങ്ങളും ചെയ്ത് തരുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ സോഷ്യൽ പ്രീനിയർ. താങ്ക് യു.